ചേലക്കരയിലും വോട്ട് ശതമാനം കൂടിയിരിക്കുന്നു. 34.85% ആണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വിവരം എന്നത്. നമുക്ക് അരുണിലേക്ക് തന്നെ അരുൺ, വലിയ ഒരു കുതിപ്പാണ് ഇപ്പോഴും. നേരത്തെ മിഥുൻ എന്ന ബൂത്തിലൊക്കെ സ്ത്രീകളടക്കമുള്ള വോട്ടർമാരുടെ നീണ്ട നിരയാണ്. സ്ത്രീകളടക്കമുള്ള ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ നിരയാണ്. എല്ലാ ബൂത്തുകളിലും സമാന സ്ഥിതിയാണെന്നാണ് മിഥുൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഒരു പോളിംഗ് ശതമാനമൊക്കെ കടന്ന് ഒരു വലിയ ശതമാനത്തിലെ കാര്യങ്ങൾ എത്തിയേക്കാം അല്ലെ? ഉച്ചയ്ക്ക് ശേഷമാണ് സാധാരണ കൂടുതലായ ആളുകൾ എത്തുക. ഇതിലും കൂടുതൽ ആളുകൾ ഇനിയുള്ളവർ രേഖപ്പെടുത്താൻ എത്തുക. തീർച്ചയായിട്ടും അങ്ങനെ കരുതണം. ഞാനിപ്പോൾ ഉള്ളത് പാഞ്ഞാളാണ്. പാഞ്ഞാൾ ഗവൺമെന്റ് സ്കൂളിലാണ്. ഇവിടെ 4 ബൂത്തുകളാണുള്ളത്. അതിൽ തന്നെ ചില ബൂത്തുകൾ ഇവിടെ വലിയ തിരക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ എല്ലാ ബൂത്തുകളിലും വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ നമുക്ക് മുന്നിലുള്ള 56-ാം നമ്പർ ബൂത്ത്, ഇവിടെ ഇപ്പോൾ വലിയ തിരക്കില്ല, ആളുകളെ കാണുന്നില്ല. പക്ഷേ 50%-ലധികം പോളിംഗ് ഇവിടെ നടന്നു കഴിഞ്ഞു. അതായത് ആകെ ഇവിടെ പോൾ ചെയ്യേണ്ട വോട്ടിൻ്റെ 50%-ലധികം ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 12 മണിയാകുമ്പോഴുള്ള ഒരു സ്ഥിതിയാണിത്. ഇപ്പോഴും ആളുകൾ അവിടേക്ക് വരുന്നുണ്ട്. തൊട്ട് അടുത്ത 3 ബൂത്തുകൾ കൂടിയുണ്ട്. അവിടെ സാമാന്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. ഏതായാലും ഈ 50%-ലേറെ വോട്ടർമാർ വന്നുപോയ ബൂത്തിലാണ് ഈ ദൃശ്യങ്ങൾ ഉള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ തവണത്തെ 2021-ലെ 72% എന്ന കണക്ക് ഒരു പക്ഷേ മറികടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സൂചനകളാണ് രാവിലെ മുതൽ ലഭിക്കുന്നത്. കാര്യമായ തിരക്ക് എല്ലായിടത്തും അനുഭവപ്പെടുന്നു. ഈ ഉച്ചയ്ക്കും നേരത്തെ അഭിലാഷ് രഞ്ജിത്തൊക്കെ സൂചിപ്പിച്ച പോലെ നട്ടുച്ച സമയത്തും ഈ തിരക്ക് എന്നുള്ളത് സ്വാഭാവികമായും വോട്ടിംഗ് ശതമാനം ഉയർന്നു തന്നെ നിൽക്കുമെന്നതിൻ്റെ സൂചകമായി നമുക്ക് കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ മറ്റു ബൂത്തുകളിലെ സ്ഥിതിയാണ്. 57-ാം നമ്പറിലും 58-ാം നമ്പർ ബൂത്തിലുമൊക്കെയുള്ള ആളുകളുടെ ഒരു ക്യൂ ആണ്. വലിയൊരു ക്യൂ ഇല്ലെങ്കിൽ പോലും ഇവിടെ ഇപ്പോഴും ആളുകൾ വരി നിന്ന് തന്നെ വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത് ചേലക്കരയിൽ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഇതുതന്നെയാണ് അവസ്ഥ. ഇത് പാഞ്ഞാളാണ്. മിഥുൻ നിൽക്കുന്ന ചേലക്കരയിൽ ടൗണിനോട് ചേർന്ന പ്രദേശത്താണ്. അങ്ങനെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ 70% മുകളിലേക്ക് ഇത്തവണയും പോകാം. ഒരു 72-ന് മുകളിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലുള്ള പ്രചരണമായിരുന്നു 3 മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉപതെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് തന്നെ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങും. കോൺഗ്രസ് ഇവിടെ ആ രീതിയിലൊന്നും ഈ ചേലക്കര മണ്ഡലത്തിൽ ഇതുവരെയും പ്രചരണ രംഗത്തില്ലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വരെ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, വലിയ ഒരു പ്രചരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. NDAയും അവരുടെ എല്ലാ സംവിധാനങ്ങളും സംഘപരിവാർ സംവിധാനങ്ങളുടെ അടക്കം സഹായത്തോടു കൂടിയുള്ളൊരു പ്രചരണം ഇവിടെ നടത്തിയിട്ടുണ്ട്. CPM എല്ലാ കാലത്തും ചേലക്കരയിൽ വലിയ പ്രചരണം നടത്തുന്ന പാർട്ടിയാണ്. അവർക്ക് ആ സ്വാധീനം കഴിഞ്ഞ 28 വർഷമായി അവർക്കൊപ്പമുള്ള മണ്ഡലം കൂടിയായതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. ചില സംഘടനാ പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ഉയർന്നു വന്നുകൊണ്ട് തന്നെ CPM നേതൃത്വം വളരെ ശ്രദ്ധയോടുകൂടി പ്രചരണം നടത്തിയ ഒരു മണ്ഡലം കൂടിയാണിത്. പ്രത്യേകിച്ചും അവർക്ക് ഈ മണ്ഡലം നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി പലതവണ ഇവിടെ വന്ന് പ്രചരണത്തിന് നേതൃത്വം നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രചരണം ഇവിടെ എല്ലാ മുക്കിലും മൂലയിലും വോട്ടർമാരെ തേടി സ്ഥാനാർത്ഥികളും മുന്നണികളും എത്തി എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ ഈ വോട്ട് കണക്കുകൾ, ഈ വോട്ടിംഗ് ശതമാനം ഈ തരത്തിലേക്ക് പോകുന്നത്. മുകളിലുള്ള ഒരു ബൂത്ത് കൂടി ഇവിടെയുണ്ട്. അവിടെയും സാമാന്യം നല്ല ക്യൂ ഉണ്ട്, ആളുകളുണ്ട്. നേരത്തെ നമ്മൾ വരുമ്പോൾ ഇതിനേക്കാളേറെ ആളിവിടെ ഉണ്ട്. അതായത് 50%-ഓട് അടുക്കുന്നു. ഇവിടെ ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം ഇനിയുള്ള മണിക്കൂറുകൾ കൂടി 6 മണി വരെ ഏതാണ്ട് 6 മണിക്കൂർ സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് ഈ 70% മറികടന്ന് വോട്ടിംഗ് ശതമാനം ഉയരാൻ തന്നെയാണ് സാധ്യത. ഈ 12 മണി പിന്നിടുമ്പോഴും വോട്ടർമാരുടെ നീണ്ട നിര പല ബൂത്തുകളിലും പ്രകടമാകുന്നുണ്ട്. അരുൺ പറഞ്ഞതനുസരിച്ച് പല ബൂത്തുകളിലും 50%-ഓളം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൂടിയാണ്. ടോട്ടൽ കണക്ക് വരുമ്പോഴാണ് ഇനിയിപ്പോൾ ഒരു 70%-ലേക്ക് എത്തിയാൽ തന്നെ ഈ ബൂത്തുകളിലൊക്കെ ഒരു 20%-മേ വോട്ട് രേഖപ്പെടുത്താനുള്ളൂ. അവർ വൈകിട്ട് സ്വാഭാവികമായും വോട്ട് രേഖപ്പെടുത്താൻ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ദേശീയ രാഷ്ട്രീയം കൂടി ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം എന്നത് വയനാടാണ്. അവിടെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കന്നി അംഗത്തിന് പ്രിയങ്ക ഗാന്ധി എത്തിയതോടുകൂടി തന്നെ ദേശീയ തലത്തിൽ കൂടി ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു 34%-ലേക്ക് ഇപ്പോഴത്തെ ഔദ്യോഗിക കണക്കനുസരിച്ച് 31.43 എന്നതാണ്. കുറച്ചുകൂടി ഡേറ്റകൾ വരുമ്പോൾ വളരെ പെട്ടെന്നത് ഉയരും എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ഡാൻ ചൂരന്മല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ചൂരന്മലയിലെ പോളിംഗ് ബൂത്തിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ വിഭാഗം, അതായത് വലിയ ദുരന്തത്തെ അതിജീവിച്ചവർ ആണ് എങ്കിൽ പോലും അവർ ജനാധിപത്യത്തിന്റെ ഉത്സവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ദൃശ്യമായിരുന്നു. വാടക വീടുകളിൽ നിന്ന് ആ ദുരിതം പേറിയുള്ള ജീവിതം നയിക്കുന്നതിനിടയിലും ഈ വോട്ടെടുപ്പിന്റെ ഭാഗമാകും.